നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടരുത്. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ സുവിശേഷത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ. അതായത് ഏകദൈവത്തിലെ 3 ആളത്വങ്ങളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഏക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ലല്ലോ. പഴയ ഭർത്താക്കളെക്കുറിച്ച് വായിക്കുന്നവർ മേലാൽ 2 ഏകദേഹം അത്ര എന്നാണല്ലോ. ബൈബിളിലെ ദൈവം ഏകദൈവമാണ്, ഒരു ദൈവമല്ല, ഏകദൈവം. അപ്പോൾ ആ ഏകദൈവം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ അളത്തങ്ങൾ ചേർന്നതാണ്. 3 ദൈവമില്ല, ഏകദൈവം. ആ ഏകദൈവത്തിൽ തുല്യ സാരാംശമുള്ള, തുല്യ ശക്തിയുള്ള 3 അളത്തങ്ങളുണ്ട്. 3 ശക്തികളായിരുന്നെങ്കിൽ 3 ദൈവം ഉണ്ടായേനെ. ഒരു ദൈവത്തിന് ഒരു 50% ശക്തി, വേറൊരു ദൈവത്തിന് 30% ശക്തി, വേറൊരു ദൈവത്തിന് 20% ശക്തി. അങ്ങനെയെങ്കിൽ അത് 3 ദൈവങ്ങളാണ്. എന്നാൽ 100% ദൈവമാണ് പിതാവ്, 100% ദൈവമാണ് പുത്രൻ. അതിനൊരു സംശയം വേണ്ട. കാരണം ഫിലിപ്പിലേയൻ 2 വായിക്കുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു എന്നാണ്. അതുപോലെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് വായിക്കുന്നത്, അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കിയത് കൊണ്ട് അവർ അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്. യേശു ദൈവത്തിന് സമനാണ്, പിതാവിന് സമനാണ് എന്ന് പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. പിതാവ് എന്നോട് കൂടെ ഉണ്ട് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ദൂതൻ ലൂസിഫർ ദൈവത്തോട് സമനാകാൻ ആഗ്രഹിച്ചു. അങ്ങനെ വാക്യമുണ്ട്, ഞാൻ അത്യുന്നതനോട് സമനാകും, ഉത്തരത്തേക്ക് സമാവപർവ്വതത്തിൽ ഇരുന്നരുളും. ദൈവം അവനെ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണ് അവൻ പിശാചായതെന്നാണ്. യേശു മനുഷ്യനായിരുന്നെങ്കിൽ, ദൈവമല്ല മനുഷ്യനായിരുന്നെങ്കിൽ, ദൈവത്തോട് സമനാണ് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ യേശു ശിക്ഷിക്കപ്പെടുകയില്ലേ? പക്ഷേ പിതാവിനത് പ്രസാദമായിരുന്നു. എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്നാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ അന്ത്യസമയത്ത് മറുകോമലയിൽ വെച്ച് പിതാവ് പറഞ്ഞത്. അപ്പോൾ യേശു പിതാവിന് തുല്യനാണ്. പരിശുദ്ധാത്മാവ് പിതാവിനും പുത്രനും തുല്യനാണ്, തുല്യ ശക്തിയാണ്. അപ്പോൾ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ച്, ലോകത്തോട് കൃപ കാണിച്ച്, ലോകത്തെ രക്ഷിക്കാൻ, പാപികളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. പുത്രൻ തമ്പുരാൻ, പിതാവിന് തുല്യനായ പുത്രൻ. പിതാവ് നിത്യപിതാവാണ്, പുത്രൻ നിത്യപുത്രനാണ്. ദൈവം പിതാവല്ലാതിരുന്ന ഒരു കാലമില്ല. ചെല്ലു പറയുന്നത് യേശു പിതാവിൽ നിന്ന് ആദ്യം ജനിച്ചതാണ്, ആദ്യത്തെ സൃഷ്ടിയാണ് യേശു എന്നൊക്കെയാണ്. അത് ചില വാക്യങ്ങളുടെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. ദൈവം എന്നും പിതാവാണ്, പിതാവല്ലാത്തൊരു കാലം ഇല്ല. അതിൻ്റെ അർത്ഥം എന്നും പുത്രനുണ്ട്. അല്ലെങ്കിൽ യേശു കുരിശിൽ മരിച്ചപ്പോൾ എനിക്ക് പിന്നെ പുത്രനില്ലല്ലോ. എന്നും നിത്യതയിൽ പിതാവിന് പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. പിതാവ് നിത്യപിതാവാണ്, പുത്രൻ നിത്യപുത്രനാണ്, പരിശുദ്ധാത്മാവ് നിത്യാത്മാവാണ്. ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളിലും പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിനും ഒരുപോലെയുണ്ട്. പിതാവ് ലോകത്തെ സ്നേഹിച്ചു, പുത്രൻ നമുക്കായി കുരിശിൽ യാഗമായി രക്ഷാമാർഗം ഒരുക്കി,
ഈ കാര്യമാണ് പരിശുദ്ധാത്മാവ് ലോകത്തെ അറിയിക്കുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ മന്ത്രണം, പരിശുദ്ധാത്മാവിൻ്റെ ആ സമ്മർദ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ആ ഇടപെടൽ, ഇൻസ്പിറേഷൻ അനുസരിച്ച് ഒരാൾ യേശുവിനെ ഏറ്റുപറയാൻ തയ്യാറായാൽ, സഭയിൽ സ്നാനപ്പെട്ട് കൂട്ടായ്മ വരാൻ, പരസ്യ ശിഷ്യനാകാൻ തയ്യാറായാൽ, തീർച്ചയായിട്ടും പുത്രൻ തമ്പുരാൻ പിതാവിൻ്റെ മുമ്പാകെ അത് ഏറ്റുപറയും. പരിശുദ്ധാത്മാവിനോട് കൂടെയിരിക്കും. ഒരുപക്ഷെ അവനെ പള്ളികൾക്കും കോയ്മകൾക്കും മുമ്പാകെ കൊണ്ടുപോയെന്ന് വരാം. യേശുവിനെ കൈക്കൊള്ളുന്ന ആളുകൾക്ക് പീഡ ഉണ്ടാകും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. കാരണം യേശുവിൻ്റെ അനുഭവം അതാണ്. അവർ ആയതുകൊണ്ടല്ല, എന്തെങ്കിലും നിയമലംഘനം കാണിക്കുന്നത് കൊണ്ടല്ല. യേശുവിനെ ദൈവമായി വിശ്വസിക്കുന്നത് പിശാചിന് സഹിച്ചുകൂടാ. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൊന്നൊടുക്കുവാൻ, ഉപദ്രവിക്കാൻ, ജയിലിലടയ്ക്കാൻ പിശാച് രാഷ്ട്രീയ നേതാക്കളിലൂടെ, പള്ളി പ്രമാണികളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നിൽ കണ്ട് യേശു പറയുകയാണ്, നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരികൾക്കും കൊണ്ടുപോകും. നിങ്ങളിത് ഒന്നും തിയോളജി പഠിച്ചിട്ടില്ലല്ലോ. സുവിശേഷം കേട്ടു, ദൈവാത്മാവ് ഹേമിച്ചു, യേശു ദൈവമാണെന്ന് വിശ്വസിച്ചു, അബദ്ധ ദൈവത്തെ ഉപേക്ഷിച്ച് സത്യദൈവമായ യേശുവിനെ സ്വീകരിച്ചു. പക്ഷേ ബൈബിളൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ പേടിക്കണ്ട, നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ, വിസ്താരത്തിന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ ഉത്തരം പറയേണ്ടുവെന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. നിങ്ങളെ നിർബന്ധിച്ച, നിങ്ങളെ ഹേമിച്ച, നിങ്ങളെ ബോധവൽക്കരിച്ച ആ പരിശുദ്ധാത്മാവ് ന്യായാധിപരുടെ മുമ്പാകെ പറയാൻ വേണ്ട വാക്കുകളെ നിങ്ങൾക്ക് തരും. അവർക്ക് എതിർ പറയാൻ പറ്റാത്ത വാക്ജ്ഞാനവും നിങ്ങൾക്ക് തരും. നിങ്ങളല്ല സംസാരിക്കുന്നത്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒന്ന് വാസം ചെയ്യുകയാണ്. യേശുവിനെ കൈക്കൊള്ളുന്നവർക്ക് ബോധവൽക്കരണം വരുത്തിയ പരിശുദ്ധാത്മാവ് അവരെ ശുദ്ധീകരിച്ച് അവരിൽ വാഴുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി, മന്ദിരമായി, ദേവാലയമായിട്ട് അവർ മാറുകയാണ്. അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് അവർ പറയേണ്ട വാക്കുകളെ പറയാനായിട്ട് അവരെ സഹായിക്കുകയാണ്. ഇതുപോലൊരു രക്ഷാമാർഗം വേറെയില്ല. പിതാവ് നമ്മെ സ്നേഹിച്ചു, പുത്രൻ നമുക്കായി മരിച്ചു, യാഗമായി. പരിശുദ്ധാത്മാവ് ആ കാര്യം നമ്മളെ അറിയിക്കുക മാത്രമല്ല, നമ്മളെ ശുദ്ധീകരിക്കുന്നു, നമ്മിൽ വസിക്കുന്നു, നമ്മെ നയിക്കുന്നു, നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു, പാപത്തിൽ നിന്ന്, പിശാചിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നു. നമുക്ക് ഒരു ആത്മീക ജയജീവിതം നൽകാൻ നമ്മളെ സഹായിക്കുന്നു. കൃപാവരങ്ങൾ നൽകി നമ്മളെ കർത്താവിനായി പ്രയോജനപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലാക്കി ദൈവത്തെക്കുറിച്ച് ഉള്ള സത്യങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി ദൈവത്തെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ ഉള്ള ധൈര്യം നമുക്ക് തരട്ടെ. ഉപദ്രവങ്ങൾ ഉണ്ടാകും. ന്യായദിവസത്തോട് മുമ്പാകെ ചിലപ്പോൾ പോകേണ്ടി വരും. പേടിക്കണ്ട. കർത്താവ് നിങ്ങൾക്ക് പറയേണ്ട വാക്കുകൾ, അതായത് യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള ആ കൃപ നിങ്ങൾക്ക് തരും, ധൈര്യം നിങ്ങൾക്ക് തരും. അതാണ് യേശു പറഞ്ഞത്. അതാണ് ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.